ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് നൽകിയ അവസരത്തിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യം വായിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ കാണുന്ന ഒരു വാചകമാണ് നാം വായിച്ചത്. നിരന്നുകൊള്ളണം. ആരോടാണ് ഇത് പറഞ്ഞത്? എൻ്റെ മുകളിലത്തെ ചില വാക്യങ്ങൾ, പ്രത്യേകിച്ച് 18-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ നിരപ്പിനെ കുറിച്ച് പല പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരോടാണ് ഇത് പറയുന്നത്? നിരന്നുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ ആരോടാണ് പറയുന്നത്? അകന്നവരാണ് നിരക്കേണ്ടത്. എന്നാൽ ഇവിടെ ആരോടാണ് പറഞ്ഞത്? കൊരിന്ത്യയിലെ വിശ്വാസികളോടാണ് പറഞ്ഞത്. ഇത് ഈ വാക്ക് പറഞ്ഞത് അവിശ്വാസികളോടല്ല, പിന്നെ വിശ്വാസികൾ എന്ന് പറയുന്നവരോടാണ് ഈ വാക്ക് പറയുന്നത്. ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. നിരന്നവരല്ലേ അവർ? 18-ാം വാക്യത്തിൽ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നും 19-ാം വാക്യത്തിൽ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ക്രിസ്തു മൂലം നമ്മെ തന്നോട് നിരപ്പിച്ചു എന്ന് അപ്പോസ്തലൻ. നമ്മെ ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടെയാണ്. കൊരിന്ത്യയിലെ വിശ്വാസികളും താനും ഉൾപ്പെട്ട അങ്ങനെയാണല്ലോ നാം വരിക. അത് എഴുതിയപ്പോൾ അവരെ കൂടെ ഇൻക്ലൂഡിങ് ദം, അവരെ കൂടെ ഉൾപ്പെടുത്തി നാം എന്ന് പറഞ്ഞു. എന്നിട്ട് ലോകത്തെയും എങ്ങനെ നിരപ്പിച്ചു? 19-ാം വാക്യത്തിൽ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം പാൽ ഒറ്റ നടത്തി നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുകയില്ല. എന്നാൽ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നിരന്നവരോട് മറ്റു വാക്കിൽ പറഞ്ഞാൽ 18-ാം വാക്യത്തിൽ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് വിശദമായി പൗലോസ് പറയുന്നുണ്ട്. അതിൻ്റെ 16-ാം വാക്യം മാത്രം വായിക്കുന്നു. ക്രൂശന്മേൽ വച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അപ്പോൾ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. എങ്ങനെ? ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ. ആ മരണം ആര് സ്വീകരിക്കുന്നോ അവരെ തന്നോട് ദൈവത്തോട് നിരപ്പിക്കുന്നു. കുറെ കൂടെ വ്യക്തമായി റോമാലേഖനം 5-ാം അധ്യായത്തിലും അപ്പോസ്തലൻ ഇത് പറഞ്ഞിരിക്കുന്നത് കാണാം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ റോമാലേഖനം 5:10 ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. നമുക്ക് അടുത്ത വാക്യം, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ശത്രുക്കളായിരിക്കുമ്പോൾ ദൈവപുത്രന്റെ മരണത്താൽ, കർത്താവായ യേശുവിൻ്റെ പ്രായശ്ചിത്ത മരണത്താൽ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. എഫെസ്യ ലേഖനത്തിലും അതാണല്ലോ നാം വായിച്ചത്. 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം. അങ്ങനെ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. അപ്പോൾ വീണ്ടും നിരന്നുകൊള്ളാൻ എന്താ പറയുന്നത്? അപ്പോൾ ഇങ്ങനെ നിരന്നവർ അവരോട് പിന്നെ നിരക്കാൻ പറഞ്ഞത് എന്തിനാ? അതെന്നെ അബദ്ധമാണ്. വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നിരന്നവർ പിന്നെയും നിരക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായി
നാം അല്പം ചിന്തിക്കണം. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞേ, ഒറ്റ നോട്ടത്തിൽ വലിയ കുഴപ്പം തോന്നുകയില്ല. എന്നാൽ ആ വാക്യത്തിൽ നമുക്ക് അല്പം കുഴപ്പം കാണാം. ആ വാക്യത്തിൻ്റെ അല്ല, നമ്മുടെ ഭാഗത്ത്. കാരണം നിരന്നവർ പിന്നെ നിരപ്പിൽ ജീവിക്കണം. അതുകൊണ്ടാണല്ലോ റോമർ 5:10 പറഞ്ഞത്, നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. നിരന്നവർ നിരപ്പിൽ ജീവിക്കണം. കാരണം നിരന്ന ശേഷം അവരിൽ ജീവൻ വ്യാപരിക്കുന്നു. അപ്പോൾ കുഴപ്പമെന്താണ്? നിരന്നവർ അകലാൻ സാധ്യതയുണ്ടോ? അകന്നുപോയോ? ചിന്തിക്കണം. ദൈവവചനം വായിച്ചാൽ പലയിടത്തും നമുക്കത് കാണാം. യിരെമ്യാവിന്റെ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. അതിൻ്റെ അർത്ഥം അന്ന് ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധമായിരുന്നു. ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ആ ഭക്തിയും സ്നേഹവും ഇല്ല. 2-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ കാണാം. അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മാത്രമല്ല, ഗലാത്യ സഭയോട് പറഞ്ഞു 5-ാം അധ്യായത്തിൽ, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പം നിരന്ന വ്യക്തികൾ അവർക്ക് ആ ബന്ധത്തിന് അകൽച്ച വരാൻ സാധ്യതയുണ്ട് എന്ന് ചുരുക്കം. എന്നർത്ഥം എന്നാൽ എന്തായിരിക്കും? വെളിപ്പാട് ദിവസം 2-ാം അധ്യായത്തിൽ ആരംഭ ഭാഗത്ത് തന്നെ എഫെസോസിലെ സഭയോട് ദൈവാത്മാവ് ദൂതറിയിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ, അവരുടെ നല്ല കാര്യവശങ്ങളൊക്കെ ആ ദൈവാത്മാവോട് എടുത്തു പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിന്നെക്കുറിച്ച് ഒരു കുറവ് പറയാനുണ്ട്. എന്താ? നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അത് സാരമില്ല, അതങ്ങനെ ഇരുന്നോട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞു. അടുത്ത് പറയുന്നത്, നീ ഏതിൽ നിന്ന് വീണ്ടിക്കുന്നോർത്ത് മാനസാന്തരപ്പെട്ട് അജീവത്തെ പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നുമല്ല, പിന്നെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മറ്റു വാക്കിൽ പറഞ്ഞാൽ ആദ്യ സ്നേഹത്തിലേക്ക് ഇല്ല. ഞാൻ അതിൻ്റെ ഭവിഷ്യത്തും അവിടെ പറഞ്ഞു. എന്താ? നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് മാറ്റിക്കളയും. നിലനില്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, മറ്റെല്ലാം നല്ല കാര്യങ്ങളാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ആദ്യ സ്നേഹം പോയെങ്കിൽ കർത്താവ് കണ്ടിട്ട് നോക്കിയിട്ട് പറയുന്നു, അത് നീ വിട്ടുകളഞ്ഞു, നിന്റെ ഭാഗത്തുള്ള കുറ്റമാണ്. ആകൊണ്ട് ഏതിൽ നിന്ന് വേണ്ടിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നമുക്ക് പുതിയതൊന്നും ചെയ്യാമെന്നല്ല പറഞ്ഞത്, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഗെറ്റ് റെസ്റ്റോർഡ്. അങ്ങ് ആ പഴയതിലേക്ക് മടങ്ങി വരിക. ഇപ്പം മനസ്സിലായല്ലോ, ദൈവത്തോട് നിരന്നവർ ആ നിരപ്പിൻ്റെ ഫലമായി അവൻ്റെ ജീവൻ നമ്മൾ വ്യാപരിച്ച് ജീവനാൽ നാൾക്ക് നാൾ അതിൻ്റെ ഫലമായുള്ള ആത്മീയ അനുഭവങ്ങളിൽ മുന്നേറി നാം പോകുന്നതിന് പകരം അവനോട് നാം അകന്നു പോയെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞെങ്കിൽ, യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയം ചെയ്ത നാളിലെ സ്നേഹവും വിട്ടുകളഞ്ഞെങ്കിൽ അകന്നു എന്നർത്ഥം. അല്ലെങ്കിൽ നിരപ്പിലല്ല ജീവിക്കുന്നത് എന്നർത്ഥം. നിരപ്പിൽ ജീവിക്കുന്നവരെ ഒക്കെ അവരോട് ഇങ്ങനെ പറയണ്ടല്ലോ. ഒന്നിലെ സഭയിലും 1-ാമത്തെ ലേഖനത്തിൽ എത്രയോ പോരായ്മകൾ, അവരുടെ ഭിന്നത, മാത്രമല്ല ജീവിത പശക, വ്യവഹാരം, ജഡത്തിൻ്റെ മറ്റനേക പ്രവൃത്തികൾ ഒക്കെ പൗലോസ് എടുത്തു പറഞ്ഞല്ലോ. എടുത്തു പറഞ്ഞിട്ട് അവരോട് പറഞ്ഞത് എന്താണ്? എന്നിട്ട് അവയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും 2-ാം ലേഖനത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങൾ അകന്നിരിക്കുക. വേറെ ഭാഗത്ത് പറയുന്നു, മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരായിരുന്നു, എന്നാൽ കർത്താവായിച്ചു നിരപ്പിച്ചു, ദൈവത്തോട് നിരപ്പിച്ചു, അതെല്ലാം മാറി. അതാണ് 2 കൊരിന്ത്യർ 5:17 പറഞ്ഞത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇനിയും അത് പഴയതാകാൻ പാടില്ല. നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടവരാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ കർത്താവായേശുവിൻ്റെ ജീവൻ നാൾക്ക് നാൾ നമ്മൾ പുതുക്കി വരേണ്ട അവസ്ഥയിലാണ്. എന്നാൽ സാധാരണ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, സാധാരണ വിശ്വാസികളൊക്കെ പറയാറുണ്ടല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ എന്ത് സന്തോഷമായിരുന്നു,
എത്ര ആനന്ദമായിരുന്നു. ഞാൻ ആത്മസ്ഥാനം പ്രാപിച്ച സമയത്തൊക്കെ ഈ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്നു. സകലവും മറന്ന ദൈവസ്ഥ അതിനുവേണ്ടി ആഗ്രഹിച്ച ദൈവസ്ഥാനിക്ക് വേണ്ടി ഓടുമായിരുന്നു. ആരാധനകൾക്ക്, യോഗങ്ങൾക്ക്, ആത്മീയ കൂട്ടായ്മകൾക്കൊക്കെ ഞാൻ മുൻപിലുണ്ടായിരുന്നു. ഇപ്പോഴോ ഇതാ പ്രശ്നം. അല്ലെങ്കിൽ നിരന്ന വ്യക്തി നിരപ്പിൽ ജീവിക്കണമെന്ന് കർത്താവ് വയ്ക്കുന്നു. മാത്രമല്ല ദൈവം ഒരിക്കലും പാച്ച് വർക്കിൽ വിശ്വസിക്കുന്നില്ല. എഫെസോസ് സഭയോടും പറഞ്ഞത് നല്ല ഗുണങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ എന്തെല്ലാം സഹിച്ചു, നീ കള്ളയപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞത്, മറ്റും നല്ല ഗുണങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, എങ്കിലോ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നോക്കണം, ആദ്യ സ്നേഹം പോയപ്പോൾ അവരെല്ലാം പോയി. പറഞ്ഞല്ലോ 3-ാം വാക്യത്തിൽ, നിനക്ക് സഹിഷ്ണുള്ളത് എൻ്റെ നാമനിമിത്തം നീ സഹിച്ചത്, തളർന്നു പോകാഞ്ഞത് എല്ലാം കർത്താവിനറിയാം. ആ 2-3 വാക്യങ്ങൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ അവരെ കുറിച്ച് പറയുന്നു. എന്നാൽ 4-ാം വാക്യത്തിൽ വന്നപ്പോൾ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. എന്നിട്ട് ഒന്നല്ലേ ഉള്ളൂ, ഒത്തിരി കാര്യങ്ങൾ നല്ലത് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒന്നേ കർത്താവ് ചൂണ്ടിക്കാണിച്ചല്ലോ, സാരമില്ല എന്നും അല്ല പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് നോക്കണം, നീ ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പുതിയ പ്രവൃത്തി ചെയ്യാനല്ല, പഴയ സ്ഥലത്തോട്ട് പോകാൻ. ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ അനുഭവങ്ങളാണ് നോക്കുന്നത്. ആദ്യം അല്ലെങ്കിൽ കുറേ നാൾ വിട്ടു നിന്നേച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക് വന്നേക്കാവുന്നല്ല. ആദിയിൽ എന്ത് ചെയ്തോ അതിലേക്ക് മടങ്ങി വരിക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും കർത്താവ് അവിടെ പറഞ്ഞായിരുന്നു. അല്ല, ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഒരു സൗജന്യവുമില്ല. ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞ അവസ്ഥ ഓർത്ത് ഇവിടെ നിന്ന് വീണു എന്നോർത്ത് അതിനെ കുറിച്ച് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ആദ്യ സ്നേഹത്തിൽ അവന് വേണ്ടി എന്തെല്ലാം ചെയ്തോ അതിലേക്ക് മടങ്ങി വരിക. ഇല്ലെങ്കിൽ നീ മാനസാന്തരപ്പെട്ടിരുന്നർത്ഥം. ഫലമെന്താണ്? നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളി. നോക്കണം. അപ്പോൾ സ്വർഗത്തിലെ ദൈവം അല്ലെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് നിരന്നുകൊള്ളുവിൻ എന്ന് പറയുന്നു? ദൈവത്തോട് ഒരിക്കൽ നിരന്നവർ പിന്നെയും അകന്നുപോയാൽ, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഗലാത്യ സഭയുടെ പച്ചയ്ക്ക് ഓലസോ, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി 5-ാം അധ്യായത്തിലുണ്ട്. എബ്രായ സഭയോടും പല മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത് കാണാമല്ലോ. കാരണം എന്താ? കൃപയിൽ നിന്ന് വീണതുകൊണ്ട്, മറ്റു വാക്കിൽ പറഞ്ഞ് അകന്നതുകൊണ്ട്. ഇപ്പോൾ കൊരിന്ത സഭയോട് പറയും, നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളണം, നിരപ്പിൽ ജീവിക്കണം. മറ്റു വാക്കിൽ പറഞ്ഞാൽ ആദ്യ സ്നേഹത്തിൽ ജീവിക്കണം. ആദിയിൽ അവനോടുള്ള ബന്ധം എങ്ങനെയായിരുന്നോ അതേപോലുള്ള അവസ്ഥയിൽ നിങ്ങൾ മടങ്ങി വരണം, നിലനിൽക്കണം. അപ്പോൾ നിരന്ന ശേഷം എന്താ അനുഭവം ഉണ്ടാകുക? അല്ലെങ്കിൽ നിരക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ എഫെസോസിലെ സഭയോട് പറഞ്ഞത്? അല്ലെങ്കിൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. അത് മടങ്ങി വരണമെങ്കിൽ നീ ഓർക്കണം, നിന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം, മൊത്തം ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കി എവിടെയൊക്കെ പാളിച്ച പറ്റി, എവിടെയൊക്കെ വീഴ്ച പറ്റി എന്ന് തിരിഞ്ഞു നോക്കി കണ്ടുപിടിച്ച് അതിനെ ഉപേക്ഷിക്കണം. എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. അല്ലെങ്കിൽ ആരംഭത്തിൽ നീ എങ്ങനെയായിരുന്നോ, എത്ര പരമാർത്ഥമായിരുന്നോ, ഈ ഇസ്രായേലിനോട് പറഞ്ഞ പോലെ, യെരമ്യാവ് ഇസ്രായേലിനോട് പറഞ്ഞ പോലെ, നീ ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നോ എന്നോർത്ത് മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തിക്കുക. യൗവനത്തിലെ ഭക്തി, വിവാഹനിശ്ചയം ചെയ്ത നാളിലെ സ്നേഹം. ചുരുക്കി പറഞ്ഞാൽ
കർത്താവിനെ കണ്ടെത്തിയ നാളിൽ നാം എങ്ങനെ അവനോട് വിധേയപ്പെട്ടോ അതിനോടനുബന്ധിച്ച് മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതിനെക്കുറിച്ച് അപ്പം നിരപ്പിൽ ജീവിച്ചാൽ, നിരന്ന ശേഷം നിരപ്പിൽ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ അനുഭവം? റോമാലയനത്തിൽ പൗലോസ് പറയുന്നല്ലോ, റോമാലയനം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അവനോട് നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ നാം എത്ര അധികമായി രക്ഷിക്കപ്പെടും. എന്താ അങ്ങനെ പറയാൻ കാരണം? നിരന്ന ശേഷമാണ് അവൻ്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കുന്നത്. ജീവൻ വ്യാപരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അവൻ്റെ ജീവൻ്റെ പ്രത്യേകത എന്താ? ജീവൻ പലതരത്തിൽ ഉണ്ട്, പലതരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ചിലർക്ക് ഊർദ്ധശ്വാസം വലിക്കുന്നവനും ജീവനുണ്ട്, വെന്റിലേറ്ററിൽ കിടക്കുന്നവനും ജീവനുണ്ട്, രോഗിയായിരിക്കുന്നവനും ജീവനുണ്ട്, കൈകാലം മുഴുവൻ തളർന്നിരിക്കുന്നവനും ജീവനുണ്ട്. അവർക്കെല്ലാം ജീവനുണ്ട്. എന്നാൽ നമുക്കുള്ള ജീവൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവ് തന്ന ജീവൻ്റെ പ്രത്യേകത എന്താണ്? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞായിരുന്നു, 10-ാം അധ്യായത്തിൽ ഉണ്ടല്ലോ, അവർക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും മാത്രമേ ഞാൻ വന്നത്. യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്, അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും മാത്രമേ ഞാൻ വന്നത്. ജീവൻ, ഞാൻ പറഞ്ഞതുപോലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ജീവനല്ല, ജീവൻ തുളുമ്പുന്ന, ജീവൻ തുടിക്കുന്ന, ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെടുന്നവരെ ദൈവിക ജീവനാൽ നിറഞ്ഞ ജീവന്റെ പുതുക്കത്തിൽ നാൾതോറും ജീവൻ പുതുക്കി വരുന്ന ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് നിരപ്പിൽ ജീവിക്കുന്നതുണ്ടാകുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 3 പ്രാവശ്യം തന്റെ ഈ ജീവനുമായുള്ള ബന്ധത്തിൽ കർത്താവ് സംസാരിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും, അല്ലെങ്കിൽ കവിഞ്ഞൊഴുക്ക്. ഇവിടെ നമ്മൾ 10-ാം അധ്യായത്തിൽ വായിച്ചത് സമൃദ്ധിയായ ജീവൻ, സമൃദ്ധി, അബണ്ടന്റ് ലൈഫ്, അളവില്ലാത്ത ജീവൻ. അതാണ്. അപ്പോൾ നിരന്ന ശേഷം നാം അവനോട് നിരപ്പിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുക. സമൃദ്ധിയായ ജീവൻ, ജീവജലത്തിൻ്റെ നദികൾ പോലുള്ള കവിഞ്ഞൊഴുക്ക് നമ്മിൽ വ്യാപരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ വ്യാപരിച്ചാലോ, ജീവൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? സത്യത്തിലെ സഭയോട് പറഞ്ഞില്ലേ, ജീവനുള്ളവന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാന്നവരോട് പറഞ്ഞില്ലേ. അപ്പോൾ ജീവൻ നാം നിരപ്പിൽ ജീവിക്കുന്നെങ്കിൽ, അകന്നു പോയെങ്കിൽ ആ ജീവൻ വ്യാപരിക്കുകയില്ല. സത്യത്തിലെ സഭയ്ക്കും അതാണ് പറ്റിയത്. ഇപ്പൊ ചാവാറായി, ജീവനുള്ളവന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചിരിക്കുക, അല്ലെങ്കിൽ ആൾമോസ്റ്റ് ഡെഡ്, ഊർദ്ധശ്വാസം വലിക്കുന്ന അവസ്ഥ. അത് തനിക്കും ഭാരം, മറ്റുള്ളവർക്കും ഭാരം. ഇന്നത്തെ ദൈവജനത്തിന്റെ മധ്യത്തിലും നാം കാണുന്നതല്ലേ, ദൈവത്തിന്റെ ജീവൻ വെളിപ്പെട്ടാൽ, ദൈവിക ജീവൻ വ്യാപരിച്ചാൽ, സമൃദ്ധിയായ ജീവൻ, കവിഞ്ഞൊഴുകുന്ന ജീവൻ. അത് വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞതാണ്. 2 കൊരിന്ത്യർ 4:10 ഇങ്ങനെ പൗലോസ് പറഞ്ഞായിരുന്നു, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്, ഞാൻ പറഞ്ഞല്ലോ, അകന്നിരിക്കുന്ന ഒരു വസ്തുവിൽ വൈദ്യുതി തന്നെ അതിൻ്റെ കണക്ഷൻ അകന്നിരുന്നാൽ പ്രവഹിക്കുകയല്ലോ, നമുക്കറിയാമല്ലോ. അത് പ്രവഹിക്കണമെങ്കിൽ അതിൻ്റെ കണക്ഷനോട് ചേർന്നിരിക്കണം. ഒരു ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു ലൈറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാം ആ വൈദ്യുതിയുടെ സോഴ്സിനോട് ചേർന്നിരിക്കണം. അപ്പോൾ അകൽച്ച വന്നെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ അകൽച്ച വന്നെങ്കിൽ, നിരപ്പിലല്ല ജീവിക്കുന്നെങ്കിൽ, അകന്നിരിക്കുന്നെങ്കിൽ ഒരിക്കലും ജീവന്റെ സമൃദ്ധി നമ്മളിലേക്ക് ഒഴുകത്തില്ല.
പൗലോസ് തൻ്റെ അനുഭവമാണ് 2:4 പറഞ്ഞത്. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം എപ്പോഴും വഹിക്കുന്നു. അപ്പോൾ അവൻ്റെ ജീവൻ നമുക്ക് അളക്കാൻ കഴിയാത്തത്, അത് സമൃദ്ധിയായത്. ജീവൻ നമ്മൾ വെളിപ്പെട്ടാൽ, ജീവൻ ഉണ്ടെങ്കിൽ, ജീവൻ ഉള്ളതിന് മാത്രമേ സ്വഭാവമുള്ളൂ. മൃതമായ ഒന്നിന് സ്വഭാവമില്ല. അപ്പോൾ എന്നിൽ യേശുവിൻ്റെ ജീവനാണ് വെളിപ്പെടുന്നതെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടും. വെറുതെ അല്ല നിരപ്പിൽ ജീവിക്കാൻ പറഞ്ഞത്. യേശുവിൻ്റെ സ്വഭാവം, ദിവ്യ സ്വഭാവം നമ്മൾ വെളിപ്പെടും. യേശുവിൻ്റെ താഴ്മ, യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ നിർമ്മലത, യേശുവിൻ്റെ അനുസരണം, യേശുവിൻ്റെ മനസ്സലിവ്, യേശുവിൻ്റെ സ്നേഹം, ഇതൊക്കെ നമ്മിൽ കൂടെ ഒഴുകും. റോമാലേഖനത്തിൽ വേറെ രീതിയിൽ പൗലോസ് പറഞ്ഞേ, റോമാലേഖനം 11-17 അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു: കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ. കാട്ടൊലിവായ നിന്നെ ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തോ. അപ്പോൾ ഫലപ്രദമായ പേരിൽ നിന്ന് പിന്നെ വരുന്നത് കാട്ടൊലിവിൻ്റെ ഫലമല്ല, നല്ല ഒരു വൃക്ഷം തന്നെയാണ്. ഇതുപോലെ ദൈവത്തോട് ഞാൻ നിരപ്പിൽ ജീവിക്കുന്നു എന്നെങ്ങനെ അറിയാം? ദൈവത്തോടുള്ള വിധേയത്വത്തിൽ ഞാൻ അവൻ്റെ നിരപ്പിലാണ്, ഞാൻ നിരന്നവനാണ്. ഇന്ന വർഷം ഇത്ര വർഷം മുമ്പ് ഞാൻ യേശുവിനോട് നിരന്നു എന്ന് പൊങ്ങച്ചൻ പറയുന്ന അനുഭവം നമുക്കുണ്ടല്ലോ. ശരി, സമ്മതിച്ചു. യേശുവിനോട് നിരന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിലായെങ്കിൽ, ഞാൻ സ്വർഗത്തിന് അവകാശിയായെങ്കിൽ, ഒരു കാര്യം കൂടെ ആവശ്യം, നിരന്നവൻ ആ നിരപ്പിൽ ജീവിക്കണം. നിരപ്പിൽ ജീവിക്കുമ്പോൾ മാത്രമേ നിരപ്പിൻ്റെ ഫലമായ ജീവൻ എന്നിൽ കൂടെ വ്യാപരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, സദസ്സിലെ സഭയോട് പറഞ്ഞ പോലെ, നിനക്ക് ജീവനുള്ളെന്ന് പേരുണ്ട്, നീ ചത്തതാ. ഇന്ന് നാം കാണുന്ന ആത്മീയ മണ്ഡലത്തിൽ പൊതുവിൽ വ്യാപരിക്കാൻ ദുർഗന്ധത്തിന് കാരണമെന്താ? പൊതുവിൽ വ്യാപരിക്കുന്ന സാക്ഷ്യമില്ലായ്മയ്ക്ക് കാരണമെന്താ? പൊതുവിൽ വ്യാപരിക്കുന്ന മത്സരത്തിന് കാരണമെന്താ? പൊതുവിൽ വ്യാപരിക്കുന്ന വല്ലാത്ത അവസ്ഥയ്ക്ക് ഏത് ഉപദേശം കൊണ്ട് ആര് വന്നാലും കൈനീട്ടിയതിനെ സ്വാഗതം ചെയ്യുന്ന അവസ്ഥയ്ക്ക് കാരണമെന്താ? ഇവരെങ്ങും ഒരു പ്രവാചകനെയും വിളിച്ച അവനോട് അവൻ്റെ പ്രവചന ദൂത് കേൾക്കണ്ട. ദൈവവചനം പറയുന്നു, അവനോട് ഹൃദയം അകന്നു. നിരപ്പിലല്ല ജീവിക്കുന്നേ. നിരപ്പിൽ ജീവിക്കുന്നെങ്കിൽ, ഒട്ടിച്ചു ചേർത്ത് ആ അവസ്ഥയിൽ പിരിയാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിൽ അവൻ്റെ ജീവൻ വെളിപ്പെടും. അവൻ്റെ ജീവൻ ഉള്ളിടത്ത് അവൻ്റെ സ്വഭാവം വെളിപ്പെടും. മാത്രമല്ല, ജീവനുള്ളത് മാത്രമേ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വംശവർദ്ധനം ചെയ്യത്തുള്ളൂ. ജീവൻ ഉള്ളതിൽ നിന്ന് മാത്രമേ അതാത് തരം പുറപ്പെടത്തുള്ളൂ. ഒരു ഉണങ്ങിയ കമ്പുകൊണ്ട് നാം നട്ടാൽ അത് മുളയ്ക്കത്തില്ലല്ലോ, അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കേണ്ടല്ലോ. പിന്നെ ഒരു ജീവനുള്ള ഒരു വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് നാം നട്ടാൽ, ഒരു തൈ കൊണ്ട് നട്ടാൽ അതിന് ജീവനുണ്ടാകും, ഫലമുണ്ടാകും, ആത്മഫലങ്ങൾ. ഇന്ന് വല്ലയിടത്തൊന്നും കൊണ്ട് വെച്ച് കെട്ടേണ്ട സ്ഥിതി വന്നിരിക്കുക. ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞ ഓർമ്മയുണ്ട്. എനിക്കൊരു മാവുണ്ടായിരുന്നു, എന്ത് ചെയ്താലും കഴിക്കില്ല. ഒരു ദിവസം എൻ്റെ മകന് എവിടുന്ന് ഒരു കുല മാങ്ങ അതിൽ കൊണ്ട് കെട്ടിത്തൂക്കി, എങ്ങനെയും അത് കഴിക്കില്ല. അതിനുശേഷം അത് കഴിച്ചു. അതാണ് ധാരാളം മാങ്ങ പിന്നെ ഉണ്ടായി. ഇന്ന് വല്ലയിടത്തൊന്നും കൊണ്ട് കേച്ച് കെട്ടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എന്താ കാരണം? ജീവനില്ല. ജീവനില്ലാത്തടത്ത് ജീവൻ്റെ ഫലം ഉണ്ടാകത്തില്ല. ജീവനില്ലാത്തടത്ത് ഈ എഫെസ്യരിൽ തന്നെ പൗലോസ് പറഞ്ഞില്ലേ, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്. അവിടെ നിഷ്ഫലമാണ്. കർത്താവിനോട് ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ വെളിച്ചത്തിലിരിക്കുന്ന, അവനിൽ നിലനിൽക്കുന്ന കാട്ടിലിൻ്റെ കൊമ്പ് നല്ല ഫലപ്രദമായി വേരിനോട് ഒട്ടിച്ച് ചേർത്ത് നല്ല അതിൻ്റെ പങ്കാളിയാക്കി തീർത്തു എങ്കിൽ
അതിൽ നിന്ന് ഫലം പുറപ്പെടും. ആത്മഫലങ്ങൾ കാണും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഒക്കെ തന്നെ സ്വാഭാവികമായി. വൃക്ഷങ്ങളിലൊന്നും ഫലം പുറപ്പെടുന്നത് ആ പുറമേ നിന്ന് വെച്ച് കിട്ടിയിട്ടല്ലല്ലോ, മരത്തിനകത്തു നിന്നാണല്ലോ വേരെടുക്കുന്ന ആ ഭക്ഷണപദാർത്ഥങ്ങൾ ആ കൊമ്പുകളിലേക്കും തുടർന്ന് ആ ശിഖരങ്ങളിലേക്കും തായ്മരത്തിൽ കൂടെ ആ പ്രധാന കൊമ്പുകളിലേക്കും ശാഖകളിലേക്കും എല്ലാം പടർന്ന് അവസാനം അത് ഫലമായി പുറപ്പെടുന്നു അകത്തു നിന്ന്. അങ്ങനെയെങ്കിൽ നിരപ്പിൽ ജീവിക്കുന്നെങ്കിൽ, നിരപ്പിലാണോ അല്ലയോ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ ജീവന് വ്യാപരിക്കുന്നെങ്കിൽ നാം ചിന്തിച്ച പോലെ അനുഭവങ്ങളുണ്ടാകും. ജീവനുള്ളതിന് മാത്രമേ സ്വഭാവമുള്ളൂ, ജീവനുള്ളതിന് മാത്രമേ ഫലമുള്ളൂ. ചത്തതിൽ ഫലമില്ല, നിഷ്ഫലമാണ്. ജീവന്റെ പ്രധാന ലക്ഷണമാണിത്, ആക്ടിവിറ്റി. ജീവൻ നമ്മൾ വ്യാപരിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് കാണും. നിരപ്പിൽ ജീവിച്ചാൽ അവൻ്റെ ജീവൻ നമ്മൾ കൂടെ ഒഴുകും. അത് നമ്മെ ആത്മഫലം പുറപ്പെടുവിക്കുന്നവരാക്കും. മാത്രമല്ല നമ്മെ അവനോട് അനുരൂപരാക്കും, നമ്മെ രൂപാന്തരപ്പെടുത്തും. ജീവിതത്തെ, സ്വഭാവത്തെ, പെരുമാറ്റത്തെ എല്ലാം രൂപാന്തരപ്പെടുത്തും. നമ്മെ അവനെ പോലെയാക്കും. ലോകത്തെ വെറുക്കും, ലോക ഇൻപങ്ങളെ വെറുക്കും, ലോക താല്പര്യങ്ങളെ വെറുക്കും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ആത്മാർത്ഥമായി കാത്തിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, കൊരുന്ത് സഭയിൽ ഇതിൽ പലതുമില്ല. വെറുതെ ലെവലോസ് പറഞ്ഞ് ദൈവത്തോട് നേർന്നുകൊള്ളുവിൻ. 1:15 അധ്യായം വായിച്ചാൽ പുനരുത്ഥാനമൊന്നും ഇല്ലെന്നേ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് വരെ പഠിപ്പിക്കുന്ന ആൾ കൃപാവരത്തിൽ കുറവില്ല, ഭയങ്കര കൃപാരങ്ങൾ. പക്ഷേ യേശു ക്രിസ്തുവിനെ മടങ്ങിവരല്ലോ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിലോ ഒരു വിശ്വാസവുമില്ല. അവർ വിശ്വാസികളാണ്, അവരും സഭയിൽ കൂടി വരുന്നു. ഇന്ന് നമ്മുടെ മധ്യയും ധാരാളം കാണുന്നുണ്ടല്ലോ, എല്ലാ രംഗത്തും. ചില ആളുകളോട് അടുത്ത് അവരോട് ചോദിച്ചാൽ തുറന്നു പറയും, അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് അവർ പറയും. അപ്പോൾ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നിരപ്പിൽ ജീവിക്കുന്ന വെറുതെ അല്ല പൗലോസ് പറഞ്ഞേ, ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിരന്നവർ നിരപ്പിലാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കുക. നാം നിരപ്പിൽ ജീവിച്ചാൽ തീർച്ചയായിട്ടും ആത്മസ്വഭാവങ്ങൾ നമ്മൾ വെളിപ്പെടും, ആത്മഫലം നമ്മൾ വെളിപ്പെടും. ജീവനുള്ള വെറുതെ ഇരിക്കത്തില്ല, ജീവന്റെ തുടിപ്പുകൾ നമ്മൾ വ്യാപരിക്കും, ജീവന്റെ ലക്ഷണങ്ങൾ നമ്മൾ വെളിപ്പെടും. അത് സമൃദ്ധിയായ ജീവൻ നമ്മൾ വ്യാപരിച്ചാൽ സമൃദ്ധിയായി നാം പ്രയോജനപ്പെടും. ദൈവനാമം നമ്മൾ കൂടെ മഹത്വപ്പെടും, ദൈവരാജ്യം വ്യാപിക്കും, കർത്താവ് മഹത്വം കൊടുക്കും. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ നിരന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുകയല്ല, ദിവസവും ആ നിരപ്പിൻ്റെ ബോധം നമ്മളുണ്ടാകണം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ആവർത്തന വിരസയം തോന്നാം. ഗലാത്യ സഭയോട് നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? എഫെസോസ് സഭയോട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട്? അത് എന്ത് ചെയ്യണമെന്നും പറഞ്ഞല്ലോ. സത്യത്തിലെ സഭയോട് നിനക്ക് ജീവനുള്ളെന്ന് പേരുണ്ട്, നീ മരിച്ചവനാണെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇനി ലവോദിക്ക സഭയോട് അരിഷ്ടനും നിർഭാഗ്യനും നഗ്നനും കുരുടനും എന്ന് പറഞ്ഞപ്പോൾ ജീവനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ദൈവജനമേ, വളരെ ശ്രദ്ധിക്കുക. നിരന്ന ശേഷം നിരപ്പിലിരിക്കുമ്പോൾ മാത്രമേ അവൻ്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുള്ളൂ. നാം അവൻ്റെ സന്നിധിയിൽ അതിശയം വിട്ടുകളഞ്ഞ് കർത്താവിനെ കുറിച്ചുള്ള ആ ആത്മാർത്ഥ വിട്ട് ഹൃദയം കൊണ്ടാകുന്ന നമ്മുടെ പെരുമാറ്റം ആത്മീയമായി മന്ദത വ്യാപരിച്ച് ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെയുള്ള എബ്രായ സഭയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ പറയാനുണ്ട്, പക്ഷേ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്ത്? മങ്ങിപ്പോയി.
മറ്റു വാക്കിൽ പറഞ്ഞാൽ അകന്നു. ആകയാൽ ഞാൻ പണ്ടെങ്ങോ നിരന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യമില്ല. നിരപ്പിൽ ജീവിച്ച് ആ നിരപ്പിൻ്റെ ഫലമായ അവൻ്റെ ജീവൻ നമ്മൾ കൂടെ പ്രവഹിച്ച് ആ ജീവൻ്റെ ലക്ഷണങ്ങൾ വെളിപ്പെട്ട് സമൃദ്ധിയായ ജീവൻ ഒഴുകത്തക്കണം. ഫലപ്രദമായ വേരിനോട്, നല്ല വേരിനോട് നമ്മെ ഒട്ടിച്ചേർത്ത് അതിന് പങ്കാളിയാക്കി അതിനുള്ള എല്ലാ മൂല്യമായതും നമ്മിൽ കൂടെ വെളിപ്പെട്ട, നമ്മിൽ കൂടെ ലോകത്തിന് വെളിപ്പെട്ട ഇതാണ് ക്രിസ്തീയ ജീവിതമെന്ന് നമ്മുടെ പ്രാകൃതമായ നടപ്പ് കണ്ടിട്ടല്ല, പിന്നെയോ ക്രിസ്തീയ ജീവിതം എത്ര ശ്രേഷ്ഠം എന്ന് പറയത്തക്ക രീതി നമ്മുടെ ജീവിതം രൂപപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അവനോട് നിരന്നുകൊള്ളുവിൻ. നാം ആ കർത്താവിനോട് അകന്നിരിക്കുന്നു. അവൻ്റെ ജീവൻ നമ്മൾ വെളിപ്പെടുന്നുണ്ടോ? നമ്മൾ കവിഞ്ഞൊഴുകുന്നു. അവൻ്റെ ജീവൻ നമ്മൾ പരിപൂർണമാകുന്നു. ദൈവ സ്വഭാവങ്ങൾ നമ്മൾ വെളിപ്പെടുന്നു. ആത്മഫലം നമ്മൾ വെളിപ്പെടുന്നു. സ്വർഗീയമായ വാഞ്ചയാൽ നമ്മുടെ ഹൃദയം നിറയുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് ബോധിക്കാൻ ഒന്നുമില്ല. കാരണം ഈ ലോകവും അതിൻ്റെ പണിയും വെന്തു പോകുന്നതാണ്. ലോകവും അതിൻ്റെ മുഖവും ഒഴിഞ്ഞു പോകുന്ന അപ്പോസ്തലൻ പറഞ്ഞല്ലോ. അതുപോലെ എല്ലാം നശിക്കാനിരിക്കും. അതിൽ ആശ വെച്ച് നാളുകൾ കളയാതെ നിരപ്പിനെ കുറിച്ച് ചിന്തിക്കുക. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടെത്തിയ നാളുണ്ടായിരുന്ന ഭക്തി, ആ വിശ്വാസം, ആ സമർപ്പണം, കർത്താവിന് വേണ്ടിയുള്ള ആ ത്യാഗം, ആ ആഗ്രഹം, ഇതൊക്കെ നമ്മൾ നിറഞ്ഞിരിക്കുന്നു. ഒന്ന് പരിശോധിക്കാം, ജീവിതത്തെ കണ്ടുപിടിക്കാം, ആദ്യ അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, അവൻ്റെ ജീവനാൽ നിറയപ്പെടാം. നമ്മെ അത് കവിഞ്ഞൊഴുകട്ടെ, നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവസ്നേഹത്താൽ, ദൈവസുഖങ്ങളാൽ അത് നമ്മെ നിറയ്ക്കട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിനുള്ള നിരപ്പ് വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറില്ലേ നിരപ്പിൻ്റെ അനുഭവത്തിൽ ഒരുത്തർക്കും പിരിക്കാനാവാതെ, ഒരു ശക്തിയാലും പിരിക്കാനാവാതെ നിരപ്പിൻ്റെ അനുഭവത്തിൽ തന്നെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ദൈവത്തോട് നിരന്നുകൊള്ളുവെന്ന് കൊരിന്ത്യർ സഭയോട് പൗലോസ് പറഞ്ഞത് അടിസ്ഥാനമാക്കി ചില ആത്മീയ സത്യങ്ങൾ ചിന്തിപ്പാൻ അവർ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളെ യേശുവിൽ അങ്ങോട്ട് നിരപ്പിച്ചു. എങ്കിലും പലപ്പോഴും കർത്താവെ, ആ നിരപ്പിൽ ജീവിപ്പാൻ മനസ്സിലാതെ ലോകത്തിന് പിന്നാലെ പോയി ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞങ്ങളാകുന്നത് യാഥാർത്ഥ്യമാണ് നാഥ. അത് വിട്ട് അതിനെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്ത് നിരപ്പിൽ ജീവിച്ച് ദൈവത്തിൻ്റെ ജീവനാൽ നിറഞ്ഞ് കർത്താവെ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിൻ്റെ ഫലം കായ്പാൻ നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കണമേ. നാഥാ, അവിടെ നിങ്ങളോട് ഇടപെടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.